ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ 14ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ക്യാപ്റ്റൻ ബൈ അതുപോലെ തന്നെ വിറ്റ് രണ്ടുപേരും അവരുടെ ഓഫീസ് റൂമിൽ ഇരുന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അങ്ങോട്ട് വന്ന് നിക്ക് വന്നിട്ട് മറ്റേ മണ്ണിൻ്റെ സാമ്പിൾ കൊണ്ടുപോയി കൊടുത്തില്ലേ ഇവർ, അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. ആ ഒരു മണ്ണ് പരിശോധിച്ചപ്പോൾ അതിൽ കെമിക്കൽ കമ്പോണൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനൊരു ഏരിയയിലുള്ളതാണെന്നും മാത്രമല്ല ആ ഒരു സ്ഥലത്ത് ഓൾറെഡി ഒരു കെമിക്കൽ ഫാക്ടറി എക്സ്പ്ലോഷൻ നടന്നുകൊണ്ട് ഇപ്പോൾ അവിടെ ആരും ഇല്ലെന്നും അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോം മാത്രമേ ഉള്ളതാണെന്നും പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിറ്റ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ബൈ രണ്ടുപേരും അങ്ങോട്ട് പോകാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേ സമയം കാണിക്കണമെന്ന് ഇങ്ങനെ കൂട്ടി ചായൻ അവിടെ നിന്ന് പോയില്ലായിരുന്നോ? ഇവർ രണ്ടുപേരും പോയിട്ടുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിക്കാം. അപ്പോൾ ഇവൻ വന്നിട്ട് പറയുന്നത് നമ്മുടെ ഇങ്ങനെ എടുത്ത് ഇവൻ വന്ന് ഇവിടെ ഒരു വോളണ്ടിയർ പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊരിക്കൽ വന്നിട്ട് ഇവിടെയുള്ള വയസ്സായിട്ടുള്ളവരൊക്കെ കാണും, അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തൊക്കെ ചെന്ന് സംസാരിക്കുക കേട്ടോ. ആ സമയത്ത് ചായൻ വന്ന് മിങ്ങിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് നിന്നെ പറ്റിയൊരു കാര്യം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ആരോടെങ്കിലും ഫീലിങ്സ് ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ നിനക്ക് വന്നിട്ട് ആരെങ്കിലും ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മിങ്ങി ചോദിക്കുന്നത് അതെന്താ നീ മുഖം നോക്കി ലക്ഷണം പറയാൻ വല്ലതും ചെയ്യും, നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പം ഞാൻ പറയല്ല, നിൻ്റെ മുഖത്ത് നീ വേണമെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെ നീ മറയ്ക്കാൻ നോക്കിക്കോ, പക്ഷെ നിൻ്റെ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയത്തില്ല. അന്ന് നിന്നെ കണ്ടപ്പോഴേ നിനക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ഡയറക്ടർ വന്നിട്ട് ഒരു ടാക്സ് ഒക്കെ കുറയ്ക്കുന്ന ഒരു റെസിപ്റ്റ് അതുപോലെ ഒരു ഫയല് അത് വന്നിട്ട് ചായൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ടാക്സ് ഒക്കെ കുറച്ച ഫയലാണ് ഇത് വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് പോകാട്ടോ. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ മനസ്സിലാവുന്നത് ഇവൻ വന്നിട്ട് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു വോളണ്ടിയർ മാത്രമല്ല, അവൻ വന്നിട്ട് ആക്ച്വലി അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു സ്പോൺസർ കൂടിയാണ്. അപ്പോൾ കാര്യം ചോദിക്കുന്ന സമയത്ത് ചായനം പറയാണ് ശരിയാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം മുമ്പ് ഈ ഒരു ഓൾഡ് ഏജ് ഹോം അടച്ചു പൂടുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വയസ്സായവർക്കൊക്കെ ഒരു വീടില്ലാത്ത അവസ്ഥയാവത്തില്ലേ, അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുന്നേ ഉള്ളൂ എന്നൊക്കെ അവൻ വന്ന് മിങ്ങിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഈ സമയം ഇവന് ഒരു കോള് വരുന്നുണ്ട്, ഇവൻ അർജൻറ്റായിട്ട് ഇപ്പോൾ വരാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവൻ ചായൻ അങ്ങോട്ട് പോവാം. ആ ഫാക്ടറി പൊട്ടിത്തെറിച്ച സ്ഥലത്തോട്ട് വിറ്റ അതുപോലെ ബൈ രണ്ടുപേരും വരും കേട്ടോ. എന്നിട്ട് രണ്ടുപേരും തോക്കൊക്കെ ചൂണ്ടിയിട്ട് ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൈ സെർച്ച് ചെയ്യുന്ന സമയത്തും വിറ്റ വേറൊരു സ്ഥലത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഒരാളും അവിടെ നിന്ന് ഓടിപ്പോകുന്ന അവൾ കാണും. അവളാണെങ്കിൽ പെട്ടെന്ന് ബൈനെ അലേർട്ട് ചെയ്തിട്ട് രണ്ടുപേരും കൂടിയിട്ട് അയാളുടെ പിന്നാലെ ഓടുന്നെങ്കിൽ പോലും അയാളെ ഇവർക്ക് കിട്ടത്തില്ല. മാത്രമല്ല വിറ്റയുടെ ബൈ ചോദിക്കും നീ അയാളുടെ മുഖം കറക്റ്റ് കണ്ടു എന്ന്. പക്ഷേ വിറ്റയ്ക്കും ആ ഒരു ഇതിൽ അയാളുടെ മുഖം കറക്റ്റ് കാണാനായിട്ട് സാധിച്ചു കാണത്തില്ല. ഈ സമയത്താണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് ഓൾറെഡി ചായം പറഞ്ഞാണല്ലോ അത്യാവശ്യ കാര്യം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതുകൊണ്ട് തന്നെ മിങ് അവിടേക്ക് തന്നെ കറങ്ങി നടന്നുകൊണ്ടിരിക്കട്ടെ. ആ സമയത്ത് ഒരാൾ വന്ന് ഇവളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ അയാളെ കണ്ടിട്ട് അയാളെ പിന്നാലെ ഇവളും ഫോളോ ചെയ്ത് പോയിട്ട് ഒരു ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആരും ഇല്ലാത്തൊരു സ്ഥലം പോലെ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്തും ഇവൾ തോക്കും ചൂണ്ടി അയാളുടെ അടുത്ത് നിൽക്കാൻ പറയാം കേട്ടോ. നിന്നിട്ട് തിരിയുമ്പോൾ ആരാണ് അത്, ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഇവർ ഈ സീരിയൽ കില്ലർ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു തന എന്ന് പറയുന്ന. എന്നിട്ട് തന പറയുവാണെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നു പറഞ്ഞിട്ട് ഇവളുടെ അടുത്തോട്ട് വരാൻ നിൽക്കട്ടെ. അപ്പോൾ ഇവൾക്ക് വന്നിട്ട് ഇവൻ സീരിയൽ കില്ലർ ആണോ അല്ലേന്നൊന്നും അറിയാത്തതുകൊണ്ട് അവൾ പറയണ അടുത്തോട്ട് വരരുത്, അവിടെ തന്നെ നിൽക്കുക, ഞാൻ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ സൈഡിലോട്ട് ഷൂട്ട് ചെയ്ത് കാണും. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ചായൻ അങ്ങോട്ട് എന്താണെന്ന് വെച്ചിട്ട് ഓടി വരുമ്പോഴേക്കും ഈ തന അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോക്ക് വരാം. അവളങ്ങ് കരയാൻ തുടങ്ങുക. അപ്പോൾ ചായനാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. ഇനി അന്ന് രാത്രി കാണിക്കുവാണ് നമ്മുടെ വിറ്റിയാണെങ്കിൽ നല്ല ഓർക്കും. ആ സമയത്ത് നമ്മുടെ ബൈൻ്റെ കൂടെയുള്ള ഓർമ്മകളെല്ലാം ഇവൾക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ വന്നു പോകാട്ടോ. അപ്പോൾ എണീക്കുന്ന സമയത്താണെങ്കിൽ ഇവളുടെ വാച്ചിൽ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ 139. ഇവൾക്കാണെങ്കിൽ ഇവൾ ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ള പേടിയിൽ ഇവൾ വേഗം വന്നിട്ട് ഇവളുടെ വന്ന് വാസുവിനെ വിളിച്ച് എണീപ്പിക്കട്ടെ. എന്നിട്ട് പറയാം ചേട്ടാ എന്നെ വേഗം ഹോസ്പിറ്റലിൽ എങ്ങാനും കൊണ്ടുപോയി ഹാർട്ട് ബീറ്റ് കണ്ടോ 139. എനിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നുണ്ട്, എന്നെ ഇപ്പം തന്നെ കൊണ്ടുപോയി, എനിക്ക് ചിലപ്പോൾ വല്ല ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് വാസു വന്ന് കറക്റ്റ് കാര്യം ചോദിക്കുക. അപ്പോൾ അവൾ പറയും ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട് എന്ന് പറയുന്ന സമയത്ത് വാസു ചോദിക്കുകയാണ് സത്യം പറഞ്ഞ നീ സ്വപ്നത്തിൽ ആരെയെ കണ്ടിരുന്നു? അപ്പോൾ പറയും അത് വന്ന് ബൈനെ കണ്ടിരുന്നു. അപ്പോൾ ഓ അതായിരുന്നു കാര്യം. പിന്നെ നിനക്കിനി വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് നിൻ്റെ ഹാർട്ട് പോവുകയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഞാൻ ഹാർട്ട് തരാം, മനസ്സിലായോ? ഇനിയെങ്കിലും ഉറങ്ങുമ്പോൾ എന്നെ ശല്യപ്പെടുത്താതിരിക്കുന്നു പറഞ്ഞിട്ട് വാസു ചെന്ന് കിടക്കാനായിട്ട് പോകട്ടെ. അപ്പോൾ ഒന്ന് വിറ്റ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമല്ലോ. അപ്പോൾ വാസു ഒരു കാര്യം പറയാം, പിന്നെ ഒരു കാര്യം കൊണ്ട് പറയാൻ മറന്നുപോയി, നീ പറ്റുവാണെങ്കിൽ ക്യാപ്റ്റൻ ബൈൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിന്നാൽ നിനക്ക് അത്രയും നല്ലതാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഉറങ്ങാനായിട്ട് പോവാണ്.
ഇനി പിറ്റേന്നാണെങ്കിൽ ചീഫ് വന്ന് നമ്മുടെ ബയ്യനെ വിളിപ്പിച്ചേക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബയ്യൻ്റെ അടുത്ത് പറയുവാണ് ഇനി വന്നിട്ട് ലൂഗറിൻ്റെ കേസ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ട. എന്നിട്ട് ചീഫ് പറയണം, എനിക്കറിയാം നിനക്ക് അത് എത്ര മാത്രം സങ്കടമാകുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. പ്രസ്സുകാർ ഇതെടുത്ത് തലയെ വെച്ച് കൊണ്ടാടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീയും ഈ കേസ് സോൾവ് ചെയ്തിട്ട് മതി ലൂഗറിൻ്റെ കേസിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് പറയണം. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ ആ ഒരു ഓഫീസ് റൂമിലിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മിങ് പറയുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തനാന്ന് പറയുന്ന ചെറുക്കനും അതുപോലെ തന്നെ മിങ്ങും ഡേറ്റ് ചെയ്തായിരുന്ന കാര്യം ഇന്നലെയാണ് പിന്നെ ഈ 3 വർഷത്തിന് ശേഷം അവൾ കണ്ടതോ എനിക്ക് അറിയത്തില്ലായിരുന്നു, പറയാതിരുന്നതിന് സോറി എന്നൊക്കെ പറയാം. അപ്പോൾ ആ സമയത്ത് നിക്ക് അതുപോലെ തന്നെ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഇത്രയും ദിവസം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ അവൾ ആദ്യം തുറന്ന് പറയണതല്ലേ, ഇപ്പോഴല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബയ്യാണെങ്കിൽ ഞങ്ങൾ വഴക്കൊന്നും പറയുന്നില്ല. എന്നിട്ട് അവളടുത്ത് പറയണം, നീ ഇച്ചിരി ആശ്വാസപ്പെടും, നിനക്കറിയാലോ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അപ്പോൾ കേസിൽ നിന്ന് നീ ഇനി മാറി നിന്നേ പറ്റത്തുള്ളൂ, നീ ഇതിലിനി ഇടപെടണമെന്ന് പറഞ്ഞിട്ട് മിങ്ങനെ ആ കേസിൽ നിന്ന് മാറ്റി നിർത്തുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിങ്ങനാണെങ്കിൽ ഭയങ്കര സങ്കടം. അപ്പോൾ അവളെ കൊണ്ടാക്കുന്നത് വന്നത് ചായനാണ്. അപ്പോൾ ചായൻ പറയണം, എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ, അപ്പോൾ നിൻ്റെ മനസ്സൊക്കെ ഇച്ചിരി ഓക്കെ ആവുമെന്ന് പറയുവാണ്. പക്ഷേ മിങ്ങൊന്നും പറയത്തില്ല കേട്ടോ. എന്നിട്ട് മിങ്ങാണെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പാർക്കിലുള്ള ഒരു ബെഞ്ച് പോലത്തെ ഒരു സംഭവം അതേ ചെന്നിരിക്കുക. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ചായയും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ മിങ്ങ് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കുമ്പോൾ സ്നാക്സ് കഴിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ ചായൻ പറയാം, ഇതൊക്കെ എൻ്റെ ഇൻഡ്യൂഷനാണ്, എന്തായാലും നീ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇച്ചിരി കൂളാവെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി ഈ സമയത്താണെങ്കിൽ നമ്മുടെ വിറ്റയെ കാണിക്കുകയാണ്. വിറ്റ ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പോലീസുകാരൻ വന്നിട്ട് വിറ്റ എടുത്ത് വരാനും അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈഗിനെ കൊന്നില്ലേ, അപ്പോൾ അന്ന് മിസ്റ്റീരിയസ് ആയ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഈ കാര്യം വന്ന് ബയ്യൻ്റെ അടുത്ത് പറയാനായിട്ട് പോകും. ആ സമയത്താണെങ്കിൽ ബയ്യാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കേസ് ഉണ്ടല്ലോ തനയുടെ കേസും അതിനെപ്പറ്റി നിക്കിൻ്റെ കൂടെ ഹാൻഡ് കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ വിചാരിക്കുക എന്തിനാണ് അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഞാൻ തന്നെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങാം. ആ സമയത്താണെങ്കിൽ സെന്നാണെങ്കിൽ ഇവളെ ഡേറ്റിന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അവിടെ വന്നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വിറ്റ് പറയും, ഞങ്ങളൊരു കേസ് അന്വേഷിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോകാം, അവിടെ ഞാൻ ബസ് കയറി പൊക്കോളാം, നീ വന്നിട്ട് പൊക്കോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സെന്നൊരു കാര്യം പറയും, നീ എന്തിനാ പൈസ ചിലവാക്കി പോകുന്നത്, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടി അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ബയ്യും ഹാനും കൂടിയിട്ട് ആ ഒരു മറ്റൊരു ബിൽഡിങ്ങിലുള്ള ആ കെമിക്കൽ ഫാക്ടറി പൊട്ടിത്തെറിച്ച സ്ഥലം അങ്ങോട്ട് വന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ ഒന്നും കൂടി പോകുന്നിട്ട് നമ്മുടെ ബൈ പറയാണ്, ഒരു പക്ഷേ ഇന്നലെ ഞങ്ങൾ ഇച്ചിരി കൂടി കെയർഫുൾ ആയിരുന്നു, ഇന്നലെ തന്നെ പിടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടി പോകുന്നത് കേട്ടോ. ഇനി ഈ സെയിം ടൈമിൽ നമ്മുടെ മിങ്ങാണെങ്കിൽ പിന്നെ റിട്ടേൺ വലിയ ഓക്കെ ആയിട്ട് അവളുടെ ആ ഒരു വീട്ടിലേക്കൊക്കെ വരിക. അങ്ങോട്ട് വന്ന് ലിങ്ങും വരും കേട്ടോ ഇവളെ ആശ്വസിപ്പിക്കാനായിട്ട്. ഇവളാണെങ്കിൽ ഇവൻ്റെ കൂടെ ഇങ്ങനെ കാര്യം പറഞ്ഞാൽ അവനൊക്കെ അവിടെ ഇരുത്തിയിട്ട് സൽക്കരിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവൾക്കൊരു മെസ്സേജ് വരിക. തനയുടെ കയ്യിൽ നിന്നാണ് ഒരു പെങ്കൊച്ചിനെ കെട്ടിയിട്ടേക്കുക ഒരു കസാര. എന്നിട്ട് പറയണം, തന മെസ്സേജ് അയച്ചേക്കുക, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മിങ്ങെന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചേക്കുക കേട്ടോ. അപ്പം മിങ്ങി ഇത് വന്നിട്ട് നമ്മുടെ ലിങ്ങിന് കാണിക്കുമ്പോൾ ലിങ്ക് പറയാം, നമുക്ക് ക്യാപ്റ്റനെ വിളിക്കുക, നീ ഒറ്റയ്ക്കൊന്നും പോകണ്ട മിങ്, ഇതൊന്നും ഭയങ്കര അപകടമാണെന്ന് പറയാം. പക്ഷെ മിങ്ങിന് വന്നിട്ട് ഇപ്പോൾ പറയാം, മിങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് പറയുന്നൊന്നും കേൾക്കാതെ അവനെ പിടിച്ചിട്ട് മറ്റേ ഹാൻഡ് കഫ് ഉണ്ടല്ലോ പോലീസുകാർ, അത് ഇട്ടിട്ട് പറയണം, നീ ഇവിടെ കിടക്കുക, കാരണം വെച്ച് കഴിഞ്ഞാൽ അവന് വേണ്ടത് എന്നെയല്ലേ, എന്നിലൂടെ ഈ ഒരു കാര്യം അവസാനിക്കുവാണെങ്കിൽ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിങ്ങ് അവളുടെ ഗണ്ണൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവിടെ പോയോണ്ട് തന്നെ ലിങ്ക് അവൻ്റെ ആ ഒരു ഫോൺ എടുത്തിട്ട് ക്യാപ്റ്റൻ ബൈനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുവാണ്. എന്നിട്ടാണെങ്കിൽ മിങ് ഒറ്റയ്ക്കല്ല അങ്ങോട്ട് പോകുന്നത്. അവളാണെങ്കിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ തന വന്നിട്ട് ഇവൾ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തില്ല, ആ ഒരു സ്ഥലത്താണ് തനയെ കെട്ടിയിട്ടേക്കുന്നത്. മാത്രമേ ഉള്ളൂ ചെല്ലുന്ന സമയത്ത് തനയുടെ പണ്ടുള്ള മെമ്മറീസ് എല്ലാം അവൾക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ തനയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന പറഞ്ഞു, നീ ഇങ്ങോട്ട് വരല്ലേ, എൻ്റെ മേലൊരു ബോംബുണ്ട്, മാത്രമല്ല മേലൊരു പെങ്കൊച്ചിനെ കെട്ടിയിട്ടുണ്ട്, ആളുടെ മേലൊരു ബോംബുണ്ട്, എൻ്റെ അടുത്തോട്ട് വരല്ലേ, ഞാനൊന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മിങ്ങാണെങ്കിൽ കരഞ്ഞിട്ട് പറയണം, ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ, എനിക്ക് ഒരു വാക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ക്യാപ്റ്റൻ ബൈയും ഹാനും അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് മിങ്ങും പറയുകയാണെന്നാണ്ട് ഇങ്ങനെ ബോംബൊക്കെ ഉണ്ടെന്ന് പറയുന്ന സമയത്തും നമ്മുടെ ഹാനിന് ഓൾറെഡി ഈ ബോംബൊക്കെ ഡിഫ്യൂസ് ചെയ്യാൻ അറിയാൻ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബൈയാണെങ്കിൽ പറയുകയാണോ എങ്ങനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കുന്ന സമയത്ത് മേലൊരു പെങ്കൊച്ചിൻ്റെ മേലുണ്ടല്ലോ. അപ്പോൾ ക്യാപ്റ്റൻ ബൈ പറയുകയാണെങ്കിൽ നമുക്ക് വന്നിട്ട് എൻ്റെ ഹെഡ്ഫോൺ വെച്ച് സംസാരിക്കാം, ഞാൻ തനയുടെ മേലുള്ള ബോംബ് ഡിഫ്യൂസ് ചെയ്യാം, നീ വന്ന് മേലെ പെങ്കൊച്ചിൻ്റെ മേലുള്ള ആ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹാൻഡ് അങ്ങോട്ട് വിടുവാണ്. ഹാൻഡ് നോക്കിയിട്ട് പറയുവാണ്, എനിക്ക് തോന്നുന്നു രണ്ടും ഒരേ ഒരു കണ്ടീഷനിലുള്ളത്, ബ്ലൂ വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും തോന്നുന്നു, പക്ഷേ എങ്ങാനും ഇവർ തെറ്റായിട്ടുള്ള വയറാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബിൽഡിങ് മൊത്തത്തിലാണ് പൊട്ടിത്തെറിക്കാനായിട്ട് പോകുന്നത്. അപ്പം മിങ്ങിൻ്റെ അടുത്ത് അവിടെ നിന്ന് പോകാൻ പറയുന്നെങ്കിൽ പോലും മിങ് അവിടെ നിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. ഞാൻ പറയാണ്, എന്നാൽ ശരി ക്യാപ്റ്റൻ, നിങ്ങൾക്ക് എന്തെങ്കിലും അവസാന വാക്കുകൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളാൻ പറയണം. അപ്പം നമ്മുടെ ക്യാപ്റ്റൻ ബൈ പറയണം,
നമ്മുടെ വിറ്റേ ഉദ്ദേശം കേട്ടോ പറയുന്നത്. എനിക്ക് ഇനി ഒരു ജീവിതം കൂടി കിട്ടുവാണെങ്കിൽ ഞാൻ ഇത്രയും ലേറ്റ് ആക്കാതെ നിന്നോടുള്ള എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു പറയണം. എന്നിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും 3, 2, 1 പറഞ്ഞിട്ട് ആ ഒരു ബ്ലൂ വയർ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് തന്നെ കട്ട് ചെയ്യേണ്ടിയിരുന്ന വയർ ഒരു കുഴപ്പമില്ല, രണ്ടുപേരും രക്ഷപ്പെടുവാണ്. മാത്രമല്ല ആ പെങ്കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഈ ഒരു താനെയും വന്ന് ഇൻട്രോഗേഷൻ റൂമിലേക്കായിട്ട് ഇവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ടാണെങ്കിൽ അവർ ക്യാപ്റ്റൻ പോയി ഇതെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് വിറ്റ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയുന്നതിനും വിറ്റ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. അവളെ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ വിറ്റ അതുപോലെ രണ്ടുപേരും ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തെത്തു കേട്ടോ. അപ്പോൾ അവിടെ 2-3 പേര് നിൽക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ അത് വന്ന് റിയൽ ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോൾ വിറ്റയ്ക്ക് മനസ്സിലാവും ഇത് അവരെ ട്രാപ്പാന്ന്. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് ഒരു ചെറുക്കൻ ബൈക്കിൽ വരും കേട്ടോ. അപ്പോൾ വന്നിട്ട് വിറ്റയാണെങ്കിൽ പറയും, എടാ സെൻ നീ ഇവിടെ ഒളിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഇവനൊരു സ്ഥലത്ത് ഒളിപ്പിച്ചിരുത്തിയിട്ടും വിറ്റ ഇറങ്ങാനായിട്ട് നോക്കുമ്പോഴേക്കും ഈ സെൻ ഒരു മന്ദബുദ്ധി കേട്ടോ. അവൻ കയറി അതിനിടയിൽ നമ്മുടെ വിറ്റയെ രക്ഷിക്കാനായിട്ടുള്ള ഒരു നടത്തുന്നത്. പക്ഷെ മറ്റേ ചെറുക്കൻ വന്നിട്ട് നമ്മുടെ സെന്നിനെ പിടിച്ചു കൊടുത്തു. അപ്പോൾ സെന്ന് പറയും, എൻ്റെ കുറേ കോടികളുടെ പൈസയുണ്ട്, ആസ്തിയുണ്ട്, എന്നെ വെറുതെ വിട്ട് അത്രയും പൈസ തരുന്നു പറയുന്ന സമയത്ത് ഇത് വന്ന് ലൂഗറിൻ്റെ ആളോട്ടെ. അപ്പോൾ അവൻ പറയും, പിന്നെ പൈസ തന്നെ ഇൻസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അതൊന്നും നടക്കുന്ന കാര്യമില്ലടാന്ന് പറഞ്ഞിട്ട് ഇവനെ ഭയങ്കര ഇതാക്കുമ്പോൾ വിറ്റ പറയും, നിനക്ക് എന്താ എന്നെയല്ലേ വേണ്ടേ, ഞാൻ സറണ്ടർ ആയിക്കോളാം, അവനെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് വിറ്റ അവൻ്റെ അടുത്ത് സറണ്ടർ ആവും. ഈ സെയിം ടൈമിൽ വന്നിട്ട് ആ ഒരു താനെന്ന് പറയുന്ന ആളെ വന്നിട്ട് ഇവരുടെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഇൻട്രോഗേഷൻ റൂമിൽ കയറ്റുക. അപ്പം മിങ്ങിനകത്ത് കയറുന്നുണ്ട്, പക്ഷെ മിങ്ങിന് കയറാൻ ഒരു വഴിയില്ല. അപ്പം ലിങ് അങ്ങോട്ട് വരുന്ന സമയത്ത് ലിങ്ങിനാണെങ്കിൽ എന്നാണ് മിങ്ങിനെ കയറ്റണമെന്നുണ്ട്, പക്ഷെ വേറെ വഴിയില്ല, റൂൾസിനെതിരില്ല. അപ്പം ലിങ് പറയുവാണ് മിങ്ങിൻ്റെ അടുത്ത്, നിനക്ക് ഈ ഒരു പ്രാവശ്യം കൂടി എന്നെ ഒന്ന് വിശ്വസിക്കായിരുന്നെന്നും പറഞ്ഞിട്ട് ലിങ്ങും അകത്ത് കയറി പോവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ലിങ് അതുപോലെ നിൽക്കുക രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു തനാന്ന് പറയുന്ന ആ ഒരു ചെറുക്കനെ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ചെറുക്കൻ പറയണേ, ആക്ച്വലി ഞാനൊന്നും വരെ ചെയ്തത് ഇപ്പോൾ എന്നെ കണ്ടില്ല, ഞാനായിരുന്നെങ്കിൽ എന്നെ അങ്ങനെ കെട്ടിയേണ്ട കാര്യമില്ല, വേറൊരാളാണ് എൻ്റെ ഓരോ കൈരേഖ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഫേക്ക് എവിഡൻസ് ഉണ്ടാക്കിയിട്ട് എന്നെ ഇതിനകത്ത് പെടുത്തിയതാണ്, ഞാനിതിനൊന്നും ഉത്തരവാദിയല്ല എന്നുള്ള രീതിക്കൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്താണെങ്കിൽ നമ്മുടെ വിറ്റയുടെ അതുപോലെ തന്നെ എൻ്റെ ജീവ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മുടെ ബൈ വന്നേക്കും കേട്ടോ. ബൈ ആണെങ്കിൽ തോക്കൊക്കെ ചൂട്ടി വരും കേട്ടോ. ആ സമയത്ത് ഇവർ പിടിച്ചു വെച്ച ആ ഒരു ആളുണ്ടല്ലോ, അയാൾ മുന്നോട്ട് വന്നിട്ട് പറയാണ്, നീ വന്നിട്ട് നിന്റെ ജീവൻ തരുവാണെങ്കിൽ നമ്മുടെ വിറ്റ അതുപോലെ രണ്ടുപേരും വെറുതെ വിടാം, അതിന് നീ തയ്യാറാണെന്ന് ചോദിക്കുന്ന സമയത്ത് ബൈ പറയണം, നിനക്ക് എൻ്റെ ജീവനല്ലേ വേണ്ടേ, എൻ്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം, പക്ഷെ അവർ വെറുതെ വിട്ടേക്കണം എന്ന് പറയണം. അപ്പോൾ ഈ ചെറുക്കം ഓൾറെഡി വേറൊരു ഇവൻ്റെ ഒരു അടിയാൾ പോലത്തെ വേറെ ആളും കൂടിയുണ്ട്, അയാളെ കൊണ്ട് തലയെ ഗണ്ണ് വെപ്പിച്ചിട്ടാണ് നമ്മുടെ സെന്നെ അതുപോലെ വിറ്റയെ പുറത്ത് കൊണ്ടുവന്ന് നിർത്തുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു മെയിനായിട്ടുള്ള മറ്റു ചെറുക്കമുണ്ടല്ലോ, അവൻ വന്നിട്ട് നമ്മുടെ ബൈക്ക് കൊടുക്കുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്ന് സൂസൈഡ് ചെയ്യണം. എന്നിട്ടാണെങ്കിൽ ഇവൻ വന്നിട്ട് ആൾക്കാരെ ഈ ഫിറ്റ് അതുപോലെ രണ്ടുപേരെയും പിടിച്ചിരുത്തിയിട്ടും ആ ഒരു മൊട്ടത്തല പോലെ ഒരാളുണ്ട്, ആളെ കൊണ്ട് നമ്മുടെ ബയ്യനെ നേരെ ഷൂട്ട് ചെയ്യുന്ന പോലെ നിർത്തിയേക്കുവാണ്. ബയ്യാണെങ്കിൽ അവനെ സ്വയം ഷൂട്ട് ചെയ്യാനാണ് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ വിറ്റയ്ക്കും സെന്നിനും എന്തോ വേണമെന്ന് പറഞ്ഞുകൂടാം, ഇവരെ വിടണമെങ്കിൽ നമ്മുടെ ബൈ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. ആ സമയത്താണ് ബൈ വന്നൊരു സംഭവം കാണും, തറയിലൊരു തോക്ക് കിടവുണ്ട്. അപ്പോൾ കണ്ണോട് സിഗ്നൽ കൊടുക്കുകയാണ് വിറ്റയ്ക്ക്. അപ്പോൾ വിറ്റ വന്നിട്ട് ആക്ച്വലി നമ്മുടെ സെന്ന് നമ്മുടെ ബൈ വന്ന് തലേ ഷൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കുനിയും കേട്ടോ. ആ സമയത്ത് കറക്റ്റ് ആ മെയിനായിട്ടുള്ള ആളുടെ തലയ്ക്ക് നോക്കി തന്നെ നമ്മുടെ ബൈ വന്ന് ഷൂട്ട് ചെയ്തിട്ട് മറ്റേ ചെറുക്കൻ തോക്ക് വെച്ചിട്ടില്ല, അവൻ്റെ തോക്കും പിടിച്ച് വാങ്ങിച്ചിട്ട് അവനെ കെട്ടിയൊരു സ്ഥലത്ത് ഇടുവാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ബൈ വന്നിട്ട് നമ്മുടെ വിറ്റയെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. വിറ്റ ഭയങ്കരമായിട്ട് സോറി ചോദിക്കണം, എൻ്റെ തെറ്റാണ്, ഇപ്രാവശ്യം ഞാൻ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറയുന്ന സമയത്ത് ബൈ ചോദിക്കുകയാണ്, നീ എന്തിനാ ഈ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നിൻ്റെ ലൈഫ് റിസ്ക്കിലാക്കുന്നത്, ഞാൻ നിൻ്റെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വഴക്ക് പറയുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് സംസാരിച്ചിട്ട് ഇവൻ പോവാട്ടോ. അപ്പം ഇപ്പം പോകുന്ന സമയത്ത് ഇവളുടെ ഹാർട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് പടപടാന്ന് ഇരിക്കാൻ തോന്നുക. ഇനിയെങ്കിലും ആ ബൈ വന്ന് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞ് നമ്മുടെ വിറ്റയുടെ അവസ്ഥ എന്തോ ആവുമെന്ന് പറയാം. മിക്കവാറും അവളുടെ ഹൃദയം പേടിച്ച് പോകുന്നതാണ് തോന്നുന്നത്, അതുമാതിരിയാണ് അവൾക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വിറ്റന്ന് രാത്രി വീട്ടിലെത്തുന്ന സമയത്ത് നമ്മുടെ വാസുവിൻ്റെ അടുത്ത് പറയണം, നിന്ന് ഹഗ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടാ. അപ്പം ഇവൻ എന്ത് പറഞ്ഞു ചോദിച്ചിട്ട് ഹഗ് ചെയ്യും. എന്നിട്ട് വിറ്റ് ചോദിക്കണേ, അല്ല ഞാൻ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹഗ് ചെയ്തെന്ന് വെച്ചാൽ സെന്നെ, രണ്ടാമെന്ന് വെച്ച് എൻ്റെ ഒരു കൊളേഗിനെ എന്ന് പറയുന്നത് നമ്മുടെ മിങ്ങാട്ടോ, അപ്പോഴും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ മൂന്നാമത് ഞാൻ ഒരാളെ ഹഗ് ചെയ്തപ്പോൾ എനിക്ക് എന്താ അങ്ങനെ ഹാർട്ട് ബീറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കും കേട്ടോ. വാസു നിന്നെ ഹഗ് ചെയ്തപ്പോഴും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഇവിടെ അവിടെ നിന്ന് പോവാട്ടോ. വാസുവിക്ക് സത്യം പറഞ്ഞ് മൂന്നാമത് ആരെ ഹഗ് ചെയ്തിരുന്നത്, പക്ഷെ നമ്മുടെ വിറ്റ പറയത്തില്ല. അപ്പം ഇവന് മനസ്സിലാവും, ഓ അപ്പം നീ ആ ക്യാപ്റ്റൻ ബൈനെ ആയിരിക്കും ഹഗ് ചെയ്ത്, എടി മര്യാദയ്ക്ക് പറയടി, നീയാണോ അവനെ വളയ്ക്കാൻ നോക്കുന്നത്, അവനാണോ നിന്നെ വളയ്ക്കാൻ നോക്കുന്നതെന്ന് നമ്മുടെ വാസു ചോദിക്കുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.